മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികൾ ആയവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഈ ആഴ്ച ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ഭരണിക്കാവ്, വെട്ടിക്കോട്ട്, കൈമൂട്ടിൽ സഞ്ചാര സുവിശേഷകൻ KV വർഗീസിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കടന്നു വന്ന എല്ലാവർക്കുമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും അതിശയകരമായി ദൈവം നടത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് ജീവിതത്തിൽ വൈതരണികൾ കൂടി കടന്നുപോയി, എങ്കിലും ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൽ നിന്നും പ്രാപിപ്പാനിടയാക്കി. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ സാമുദായിക സഭയിലായിരുന്ന കാലയളവിൽ ഞാൻ ദൈവത്തെ അറിയാൻ വേണ്ടി അതിരാവിലെ തന്നെ എൻ്റെ കർമാദികൾ നടത്തി പാലയത്തിൽ കടന്നു പോവുകയും എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു: ഒരു അവിവാഹിതനായ പുരോഹിതനായി ജീവിച്ച് ജനത്തെ സേവിച്ച് ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടുവാനായിരുന്നു താല്പര്യപ്പെട്ട്. അതിനായി ഞാൻ ചെങ്ങമനാട് ദേറായിൽ പോയി താമസിച്ചു. ഒരാഴ്ചക്കാലം അവിടെ താമസിച്ചു. എൻ്റെ അപ്പച്ചൻ എന്നെ കൊണ്ടുവിട്ടിട്ട് പോയതാണ്. അവിടെ താമസിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആ ആശ്രമത്തിൻ്റെ റെക്ടർ എന്നോട് പറഞ്ഞു, കായംകുളത്തുകാരൻ ഒരു കുഞ്ഞുവനച്ഛനായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞത് 2 കൂട്ടം കാര്യം പറഞ്ഞു. കുഞ്ഞേ, നീ ഇത് ശ്രദ്ധിക്കപ്പെടണം. ഒന്ന്, ഈ ആശ്രമ ജീവിതം എന്ന് പറയുന്ന അഗാധമായ ഒരു ഗർത്തമാണ്. ഈ ഗർത്തത്തിൽ വീണവർ അനേകർ പിന്നെ എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് നീ വീഴുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ആദ്യമായി പറഞ്ഞു. രണ്ടാമതായി എന്നോട് പറഞ്ഞത്, കലപ്പയ്ക്ക് കൈവച്ചേച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവനെ സ്വർഗരാജ്യത്തിന് യോഗ്യമല്ല എന്നുള്ള ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മടങ്ങി വന്ന് എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 പേരാണ്, 3 ആണും 3 പെണ്ണും. അപ്പോൾ അവരുടെ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നോർത്ത് അപ്പൻ ഭാരപ്പെട്ടു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നെ വിളിച്ചുകൊണ്ട് മടക്കിപ്പോന്നു. നീ എനിക്ക് പോയാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എങ്ങനെ ഓടും, ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഓടും? അപ്പച്ചൻ്റെ കശുവണ്ടി ഫാക്ടറിയിലെ സ്റ്റാഫ് ആയിട്ടുള്ള ജോലി കൊണ്ടും കാര്യങ്ങൾ ഓടുന്നില്ല. അപ്പോൾ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുള്ളി. പക്ഷേ വിളിച്ചിറക്കിയപ്പോൾ മുതൽ ദൈവം എന്നെ കണ്ടിരുന്നു. 50 വയസ്സ് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ എന്നെ വിളിച്ചു വേർതിരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 35 വർഷക്കാലം യാത്ര ചെയ്ത് കഴിഞ്ഞ ലാസ്റ്റ് 15 വർഷം UAE പ്രദേശത്ത് കടന്നു ചെന്നു. വിദേശത്ത് പോയി, സൗദി അറേബ്യയിൽ നിന്ന് പോയി മടങ്ങി വന്ന് ഇവിടെ വന്ന് ഒരു ഭവനമില്ലായിരുന്നു, ഒരു ഭവനം പണിതു. ഭവനം പണിതതിന് ശേഷം സാമ്പത്തികമായി വളരെ പരാധീനത്തിലേക്ക് പോയപ്പോൾ വീണ്ടും ഞാൻ UAE പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞു. എൻ്റെ വിസിറ്റ് വിസയുടെ കാലാവധി അവസാനിച്ചു. ഞാനിങ്ങനെ ദുഃഖിച്ച് വിലപിച്ച് ദുബൈയുടെ പ്രദേശത്തിൻ്റെ ഒരു ഫുട്പാത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇനിയും 2-3 ദിവസം എന്നിൽ മുന്നിലുള്ളൂ ഇവിടെ നിന്ന് എൻ്റെ നാട്ടിലേക്ക് കടന്നു പോകാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യും? പോകാൻ യാതൊരു മാർഗവുമില്ല. കാരണം പോയാൽ വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസമാണ് എന്നോർത്ത് പാരപ്പെട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ എവിടെ നിന്നറിഞ്ഞില്ല, സ്വർഗത്തിൽ നിന്നൊരു ദൈവം ഒരു മനുഷ്യനെ എൻ്റെ മുന്നിലേക്ക് ഒരു കാറുമായി വന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കറ്റാണത്തുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിവരങ്ങൾ പറഞ്ഞു, എൻ്റെ അവസ്ഥകൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്ത് ഒരു ട്രേഡിംഗ് ലൈസൻസ് ഉള്ള ഒരു ലൈസൻസ് ഉണ്ട്, അതും പ്രകാരം നമുക്ക് ഒരു ബിസിനസ് നടത്താം. അങ്ങനെ ആ ബിസിനസ്സിൽ ഞങ്ങൾ രണ്ടും കൂടെ പങ്കാളിയായി. 15 വർഷക്കാലം ആ ബിസിനസ് നടത്തുന്നത് മുഴുവൻ ഞാനും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും അദ്ദേഹം ചെയ്തപ്പെട്ടു. അതുമൂലം 15 വർഷക്കാലം ജീവിച്ചു. അതുകൊണ്ട് കുടുംബത്തിനും എല്ലാം അത്താണിയായി ജീവിക്കാനിടയായി. എന്നാൽ അതിനുവേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ ഉമൽക്കോയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ റൗണ്ട് അബൌട്ടിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ പല വാഹനങ്ങളും ഒരു ഇൻ്റർവ്യൂവിന് ഷാർജയ്ക്ക് പോകാനായിരുന്നു. പല വാഹനങ്ങളും കടന്നുപോയെങ്കിലും ആരും എന്നെ കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ട്രക്ക് വന്ന് എൻ്റെ മുന്നിൽ നിർത്തി കഴിഞ്ഞിട്ട് അയാൾ ചോദിച്ചു, എങ്ങോട്ട് പോകാനാണ്? ഞാൻ പറഞ്ഞു, ഷാർജയ്ക്ക്. അപ്പോൾ എന്നെ ഷാർജയ്ക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ പറഞ്ഞു, എത്ര രൂപ നിങ്ങൾക്ക് തരണം?
അയാൾ പറഞ്ഞു, രൂപയൊന്നും തരണ്ട, നിങ്ങളെ ഞാൻ ഷാർജയിൽ ഇറക്കും എന്ന് പറഞ്ഞ് പോയ പോക്കിന് സുവിശേഷം ആ മനുഷ്യൻ പറയാൻ ആരംഭിച്ചു. ആ സുവിശേഷം ഞാൻ കേട്ടു. അപ്പം കാരണം ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നോക്കിയാൽ ആര് സുവിശേഷം നമ്മളോട് പറഞ്ഞാലും നമ്മൾ ഇളച്ചു കൊടുക്കുന്ന മനുഷ്യനല്ല. നിങ്ങൾ പറയേണ്ട സുവിശേഷം, എനിക്ക് സുവിശേഷം അറിയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ വിഘടിക്കുകയായിരുന്നു ചെയ്തത്. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ UAE പ്രദേശത്ത് വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി. കാരണം ദൈവത്തിൻ്റെ വചനം മനുഷ്യ ഹൃദയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം, ആ വ്യാപാരത്തിൻ്റെ ശക്തിയാൽ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതുമൂലം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു. കാരണം ഓർത്തഡോക്സ് സഭയിൽ പറയുന്ന ഒരു വിശ്വാസവുമല്ല ഈ ബൈബിൾ പറയുന്ന വിശ്വാസമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ആരുടെ അനുവാദം കൂടാതെ ലാഭേച്ഛയില്ലാതെ എന്ന് പറഞ്ഞാൽ അത് തരും ഇത് തരുമെന്നൊക്കെ മനുഷ്യ സമൂഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതൊന്നും ലാഭം നോക്കാതെ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നു. കാരണം വചനത്തിൻ്റെ ആധിക്യം എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എല്ലാറ്റിലും ഉപരി വചനമാണെന്ന് മനസ്സിലാക്കി. ധന്യനായ പൗലോസിനെ എനിക്കത് മുൻപിൽ വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭം എന്ന് പറയുവാനുള്ള ആ ഒരു പ്രാഗൽഭ്യം ദൈവം തന്നതുകൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലം ബൈബിൾ കോളേജിൽ ഷാർജയിൽ എൻ്റെ പഠനം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ദൈവം എന്നെ അനുവദിച്ചു. പഠനവും അവിടുത്തെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ കൂടിയും ഓടുമ്പോൾ ഭൗതികവും ആത്മീയവുമായ ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം എനിക്ക് അന്നു മുതൽ ഇന്ന് വരെയും വചനത്തിൻ്റെ ആധിക്യത്താൽ മനുഷ്യനെ മാനുഷികമായ ലെവലിൽ നിന്നും ദൈവികത്തിലേക്ക് മാറ്റിമറിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഏത് മനുഷ്യനെ കണ്ടാലും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് എൻ്റെ യാത്ര ചെയ്യുന്നത്. ഒരു ദിവസം ഒരുവനോട് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയില്ല. ഇതാണ് എൻ്റെ ലക്ഷ്യം. കാരണം അത് പറഞ്ഞു കഴിയുമ്പോൾ ഏത് മനുഷ്യനും അതുപോലെ ഭംഗിയായിട്ടുള്ള ഉറക്കവും കിട്ടും. എല്ലാം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ എനിക്ക് ഇടയാക്കി. അന്നു മുതൽ ഇന്ന് വരെയും ഒരു ദിവസം ഒരുവനോട് സുവിശേഷം പറഞ്ഞിരിക്കും. ധാരാളം പേരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും 11 കുടുംബം ഞാൻ കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വിടുതൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടത് ഏകനായിട്ടാണ്. അന്നേരം ഇതാണ് സംഭവിച്ചത്. നിന്ന, പരിഹാസം, പഴി, ദുഷി, എല്ലാ ഒറ്റപ്പെടുത്തലുകളും അതിൻ്റെ മുന്നിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ധന്യനായ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ ആർക്ക് കഴിയും? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഇന്നുള്ളതിനോ വരുവാനുള്ളതിനോ നീളത്തിനോ ഉയരത്തിനോ ആഴത്തിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഒരു ജീവിതം ഇന്നുവരെയും നയിച്ചു പോകുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ നാട്ടിൽ കടന്നു വന്നപ്പോൾ എൻ്റെ കുടുംബമെല്ലാം ഇവിടുത്തെ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞത് ഞങ്ങളോട് ആലോചന ചോദിക്കാതെ എന്തിന് സ്നാനപ്പെട്ടു എന്നുള്ളതാണ്. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നു, ആസ് പെർ ബൈബിൾ പറയുന്നത്, ജഡരക്തങ്ങളോട് നീ ആലോചന ചോദിക്കാതെ വേണം നീ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ. അത് ഞാൻ അങ്ങനെ പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആകെ കൂടി ദൈവത്തിൻ്റെ നാമത്തിൽ ഒരപരാധമെന്ന് അവർക്ക് തോന്നുന്നത് ചെയ്തത് അവരോട് ആലോചന ചോദിക്കാതെ ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിനെ ജലത്തിൽ സ്നാനം വേട്ടു. ജലത്തിൽ സ്നാനം വേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെന്തക്കോസിൽ ചേരാനല്ല, പിന്നെയോ യേശുവിനോടുകൂടി ചേരുവാൻ. ഞാൻ യേശുവിനോടുകൂടി ചേർന്നു. ഇന്ന് നിത്യ സൗഭാഗ്യം എന്ന് വെച്ചാൽ നിത്യ സന്തോഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ യേശുവിനോടുകൂടി ചേർന്നുകൊണ്ടാണ്. ഇല്ല എങ്കിൽ എന്നേ ഭൂമിക്ക് ഞാൻ മണ്ണിന് ഇരയായി മാറുമായിരുന്നു. ദൈവത്തിനോട് എനിക്കൊരു അറ്റാക്ക് അവിടെ വന്ന് സംഭവിച്ചതാണ്. തമ്പുരാൻ അവിടുന്ന് വിടുവിച്ചു. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് ദൈവം യെശയ്യാ പ്രവാചകനെ അയച്ച് ഹിസ്കിയാവിനോട് പറഞ്ഞു, നിൻ്റെ ഗൃഹകാര്യം ശരിപ്പെടുത്തണമെന്ന്. അവൻ്റെ ഗൃഹകാര്യം ശരിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവനെ തമ്പുരാൻ തിരിച്ചു വിളിക്കാൻ നേരമായി. അത് പറയാൻ യെശയ്യാവ് ചെന്നപ്പോൾ യെശയ്യാവ് അവിടെ നിൽക്കലെ അവൻ മുഖം ചുവരിലേക്ക് തിരിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്തത് അങ്ങൊന്ന് ഓർക്കണമേ എന്ന്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ എത്തി എന്നോട് തിരിച്ച് ദൈവത്തോട് ചെന്ന് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിച്ചെന്ന് പറഞ്ഞു നീ വീണ്ടും ചെന്ന് അവനോട് പറ, അവൻ്റെ ജീവിതത്തിൽ ഞാൻ 15 സംവത്സരം നീട്ടിത്തന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ദൈവം നീട്ടിത്തന്നിരിക്കുന്ന അന്നത്തെ
ഷാർജ വെച്ചുള്ള അറ്റാക്കിൽ നീട്ടിത്തന്നിരിക്കുന്നു. ഇന്ന് 14 വർഷം കൊണ്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ദൈവം പറഞ്ഞ ഒരു വർഷം കൂടെ ബാക്കി നിൽക്കുന്നു. എങ്കിലും എനിക്ക് ഒരു വിശ്വാസമുണ്ട്, അനേക കാര്യങ്ങൾ ഇനി ക്രിസ്തുവിൽ നേടണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ജീവിതത്തിലുള്ളൂ. അതായത് 53 വർഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ഭൗതിക ജോലിയോടുള്ള ബന്ധം പൂർത്തീകരിച്ച് ഭവനത്തിലായിട്ട് മൊത്തം 14 വർഷമാകുന്നു. ദൈവത്തിന് മഹത്വം. ഇത്രയും വർഷത്തെ ദൈവം നടത്തുന്നു, രോഗമില്ലാതെ, വേദനയില്ലാതെ, ഭാരമില്ലാതെ. അതായത് ആരോഗ്യമുള്ള ഒരു ശരീരം തന്ന് നിർത്തിയത് മഹാദൈവത്തിൻ്റെ മഹാകരുണയാണ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് എന്നോട്. ആ സ്നേഹത്തിൽ നിന്ന് ധന്യനായ പൗലോസ് പറഞ്ഞ പോലെ എന്നെ മാറ്റുവാൻ ആർക്കും സാധിക്കുന്നത്? ആർക്കും സാധ്യമല്ല. സ്തോത്രം. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുവാൻ എൻ്റെ നാവിനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാൽ ഉടനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ ഞാൻ പുറപ്പെടും. ഞാൻ അവനോട് സുവിശേഷം പറയും. കാരണം ഈ അടുത്ത ദിവസം ഒരാഴ്ചയ്ക്ക് മുൻപേ ഒരു മദ്യപാനി എൻ്റെ മുന്നിൽ കിട്ടി. അപ്പോൾ അവനോട് സുവിശേഷം പറഞ്ഞു. പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നും വഴിമാറി ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകിക്കൊണ്ട് UPF ചാരിമൂട് റീജിയൻ സെക്രട്ടറി, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ മാവേലിക്കര യൂണിറ്റ് സെക്രട്ടറി, ആലപ്പുഴ റീജിയൻ ട്രഷറർ എന്നീ നിലകളിൽ ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിന്റെ വയലുകളിൽ പ്രയത്നിക്കുകയാണ് ഇവാഞ്ചലിസ്റ്റ് KV വർഗീസ്. ഒരാഴ്ച മുൻപേ ഒരു മദ്യപാനി എൻ്റെ മുന്നിൽ വന്ന് അകപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിൽ ചെന്നിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വീടിൻ്റെ വരാന്തയിലെ സ്റ്റെപ്പിലിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ആ മനുഷ്യൻ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഞാൻ കസേരയിൽ ഇരിക്കാൻ യോഗ്യമല്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ അവിടുന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് എൻ്റെ കസേരയുടെ ഇപ്പുറത്തുകൊണ്ടിരുത്തി. കാരണം അവൻ്റെ രക്തം എൻ്റെ രക്തവും ഒരുപോലെ, അവൻ്റെ ജീവനും എൻ്റെ ജീവനും ഒരുപോലെ, അവൻ്റെ ശരീരവും എൻ്റെ ശരീരവും ഒരുപോലെ. പക്ഷേ നിറത്തിനേ ഉള്ളൂ ഒരല്പം വ്യത്യാസമെന്ന് വേണം പറയാൻ. എന്നാലും ദൈവം കൊടുത്ത ആയുസിനെ അവൻ അങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം അവൻ പൂർണ്ണമായി മദ്യപിച്ചിട്ടിരിക്കുകയായിരുന്നു. എങ്കിലും കൊണ്ടുവന്ന് മാറ്റമില്ലാത്ത സുവിശേഷം അവനോട് പറഞ്ഞു. അപ്പം അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നല്ലോ വീര്യം കൂടിയ വീഞ്ഞൊക്കെ കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ആർക്കാ കുടിക്കാനൊക്കുന്നതെന്നുള്ള വിവരം ആദ്യം നീ ഒന്ന് മനസ്സിലാക്കണം. നീ കുടിച്ചാൽ കുടിക്കുന്നവൻ കുചേലനും ആര് നിനക്ക് മദ്യം തരുന്നോ അവൻ കുബേരനുമാകും. ഇത് നീ മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ നിനക്ക് ശിക്ഷാവിധി തന്നെ ഉണ്ട്, നീ കുചേലനായി മാറിപ്പോകത്തതേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ അവൻ്റെ ചെറിയൊരു ഫീലിംഗ് ഉണ്ടായി. എങ്കിലും അവൻ മദ്യത്തിന് അഡിക്റ്റായ കാരണത്താൽ അവൻ അവനോട് താതാമ്യം പ്രാപിച്ചു പോകുക തന്നെ ചെയ്തത്. എങ്കിലും ഇതുപോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞനാക്കാനാണ് എൻ്റെ ലക്ഷ്യം മുഴുവൻ ജീവിതത്തിൽ. ആ ജീവിതം ഇന്നുവരെയും ദൈവം നടത്തിപ്പോകുന്നു. പക്ഷേ മനുഷ്യജാതി എനിക്കൊന്ന് പറയാനുണ്ട്, അവൻ മാനസാന്തരപ്പെടണം. ദൈവത്തിന് മഹത്വം. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞത്? പഴയ പാപങ്ങൾ മനുഷ്യനിൽ നിന്ന് മാറി ഒരു പുതുജീവൻ അവനിലുണ്ടാകണം. പുതുജീവൻ എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്തുവുമായുള്ള ഒരു ജീവിതം നയിക്കണം. കർത്താവിൻ്റെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. എന്നു മുതൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐക്യകാലത്ത് ആദ്യമായി പ്രസംഗിച്ച പ്രസംഗമാണ് മനുഷ്യപുത്രന്മാർ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിന് അവർ യോഗ്യരല്ല. ദോസ് ഹു ആർ നോട്ട് ബോൺ അഗെയിൻ ദേ ആർ നോട്ട് എൻ്റർ ദി കിങ്ഡം ഓഫ് ഹെവൻ. ഇങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഇനിയും അന്നു മുതൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐക്യകാലത്ത് യോഹന്നാൻ തടവിലായതിനു ശേഷം കർത്താവായ യേശു ക്രിസ്തു ഗലീലയിൽ ചെന്ന് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പറഞ്ഞു. ഈ സുവിശേഷമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ ആദ്യമായി ദൈവസന്നിധിയിൽ മാനസാന്തരമുള്ളവനാകണം. ഇനി മനുഷ്യന്മാരെന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല? മാനസാന്തരപ്പെട്ടവൻ മാനസാന്തരപ്പെടാത്തതുകൊണ്ട്, മാനസാന്തരപ്പെടാനുള്ളവൻ മാനസാന്തരപ്പെടുന്നില്ല. ഇതാണ് അതിൻ്റെ പരമാർത്ഥം. എന്നിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഇല്ലെങ്കിൽ മറ്റൊരുത്തൻ മാനസാന്തരപ്പെടുന്നില്ല. ഇതുണ്ടാകണമെങ്കിൽ നാം കർത്താവിൻ്റെ സന്നിധി പൂർണ്ണമായി ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കണം. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8ഉം 10ഉം ഇങ്ങനെ പറയുന്നു, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീച്ചൂളയിലിട്ട് കളയുന്നു. ദൈവത്തിന് മഹത്വം. അതായത് മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം കായ്ക്കണം. എന്താ ഫലം? സുവിശേഷം പറയണം. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഒന്നുകൂടെ വിവരിക്കുകയാണ്. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും കൂടെ നിലമ്പൂർ എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ
ഇരിഞ്ഞാലക്കൂടെ വന്നപ്പോൾ വണ്ടി ഒന്ന് നിന്നു. അരമണിക്കൂർ ഏകദേശം അവിടെ കിടന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പെട്ടി നിറച്ച് ട്രാക്റ്റ് ഉണ്ടാവും. ഈ ട്രാക്റ്റുമായിട്ട് 72 പേര് സഞ്ചരിക്കുന്ന ആ ട്രെയിനിനകത്ത് ഞാൻ ഈ ട്രാക്റ്റ് വിതരണം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവർ ധരിച്ചിരിക്കുന്ന എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ ഇദ്ദേഹം എഴുന്നേൽക്കുകയാണെന്നാണ്. പക്ഷേ എനിക്കറിയാം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. മനുഷ്യപുത്രന്മാർ മാനസാന്തരപ്പെടണം. അപ്പോൾ ഞാൻ ഈ ട്രാക്റ്റ് 72 പേരിൽ കൊടുത്തു. പക്ഷേ 72ാമൻ്റെ അടുത്ത് വന്നപ്പോൾ ഇല്ലേ, കയറൊക്കെ കഴിയെ കെട്ടിയിരിക്കുന്നല്ലോ, ആ മനുഷ്യൻ മാത്രം വാങ്ങിയില്ല. ബാക്കി എല്ലാവരും വാങ്ങി. 5 നിമിഷം വന്ന് ഞാൻ എൻ്റെ സീറ്റിലിരുന്ന് വിശ്രമിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെല്ലാം ഇത് വായിക്കുന്നു. കാരണം പാഴാക്കുന്ന സമയം ഇത് വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരു പാപി മാനസാന്തരപ്പെടണം. ഇതാണ് സ്വർഗത്തിന് ഇഷ്ടം. എങ്ങനെ മാനസാന്തരപ്പെടണം? അവൻ്റെ പഴയ ചരിത്രങ്ങൾ മാറി അവൻ പുതു സൃഷ്ടിയാവണം. ഇതാണ് അവൻ്റെ മാനസാന്തരം. ദൈവത്തിന് മഹത്വം. ആ മാനസാന്തരത്തിന് അനുഭവത്തിലോട്ട് വന്നില്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിച്ചത് വൃഥാവാണ്, യാതൊരു അർത്ഥവുമില്ലാതെ പോകുന്നു. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പോൾ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ ഇരിക്കലെ യോഹന്നാനായി ഇത് പ്രസംഗിച്ചത് മരുഭൂമിയിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം തീച്ചൂളയിൽ വെട്ടിയിടുമെന്ന്. സ്തോത്രം. എന്നെയും നിങ്ങളെയും വെട്ടിയിടാഞ്ഞ് എന്താണ് ഇത്രയും കാലം? കർത്താവിൻ്റെ ദയ കൊണ്ടെന്നല്ലാതെ, കർത്താവിൻ്റെ വിശ്വസ്തതയെന്നല്ലാതെ നമുക്കെന്ത് പറയാനുണ്ട്? വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ദൈവത്തിന് മഹത്വം. ഈ മാനസാന്തരപ്പെട്ടവൻ മാനസാന്തരത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാത്തത് എന്താ? ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 33 വരെ പറയുന്നു. ദൈവത്തിന് മഹത്വം. എന്താണ്? ഒരപ്പന് 2 മക്കളുണ്ടായി. നമ്മളെല്ലാവരും കോമണായിട്ട് വിളിക്കുന്നവനെ മുടിയൻ പുത്രനെന്നാണ്. ഞാൻ പറയുന്നു ആ പേരെ മാറ്റണം. കാരണം ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ അപ്പൻ്റെ വസ്തുവകകളിൽ അപ്പാ എനിക്ക് വരേണ്ടത് വരണമെന്നാണ് ഇളയമോൻ പറഞ്ഞത്. അവനെ നമ്മൾ മുടിയൻ പുത്രൻ എന്നല്ല വിളിക്കുന്നത്, അവനെ ധൂർത്ത് പുത്രൻ എന്നാണ് വിളിക്കുക. ഇംഗ്ലീഷ് പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ പ്രോഡിഗൽ സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവനെ എന്താണ് ചെയ്തത്? അപ്പൻ്റെ ഭവനത്തിലെ നന്മയ്ക്ക് അവന് പോരാഞ്ഞ് അവനത് കുറഞ്ഞുപോയി എന്ന് തോന്നിയപ്പോൾ ലോകത്തിൻ്റെ നന്മ അതിലും വലുതാണെന്ന് അവൻ വിചാരിച്ചതുകൊണ്ട്, ദൈവത്തിന് മഹത്വം, അവൻ ഇറങ്ങി പുറപ്പെടുക. അപ്പൻ തൻ്റെ ഓഹരി അപ്പോൾ തന്നെ പറഞ്ഞപ്പോഴേ ഭാഗിച്ച് മകൻ്റെ കൈ കൊടുത്തു. അവൻ അതുമായി പുറപ്പെട്ടു. ലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ചു. വേണ്ടാത്ത, അതായത് ചീട്ടുകളിക്കാരുടെ കൂടെ, ദുർമാർഗികളുടെ കൂടെ, വ്യഭിചാരികളുടെ കൂടെ ഈ പണം മുഴുവനും ദുർവിനിയോഗം ചെയ്തു കളഞ്ഞു. പക്ഷേ മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ മാനസാന്തരത്തിൽ നിന്നും വ്യതിചലിച്ചാൽ ദൈവം നോക്കി നിൽക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവനെ ഏതു വിധേനയും ദൈവം മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തും. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലെ പണം മുഴുവൻ തീർന്നു പോയി. അവൻ അങ്ങനെ നിൽക്കിയാലേ അവനെന്തോന്നറിയോ? വേദവനത്തിൽ ഇങ്ങനെ പറയുന്നത്, അതായത് 15-ന്റെ, അതായത് ലൂക്കോസിൻ്റെ ശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവന് സുബോധം വന്നു. സുബോധം മീൻസ് അവന് സെൻസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അവന് സെൻസ് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിന് മഹത്വം, അവന് തിരിച്ചറിവ് വന്നു. എന്തേ? അവിടെ നിന്ന് ചിന്തിച്ചു. അതായത് ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ കിടക്കുന്ന മനുഷ്യനെ ദൈവത്തിങ്കൽ ദൈവം കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അവൻ ദൈവത്തെ അറിഞ്ഞവനാ, കർത്താവിൻ്റെ രക്ഷകനായി സ്വീകരിച്ചവനാ, അപ്പൻ്റെ ഭവനത്തിലെ നന്മ അനുഭവിച്ച് ജീവിച്ചവനാ. അപ്പൻ അവനെ അത്ര, അതായത് താല്പര്യത്തോടെ പരിപാലിച്ച ഒരു അപ്പനാണ്. ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ അവൻ്റെ വിഹിതം കൈക്കൊടുത്ത അപ്പനാണ്. എന്നാലും അപ്പൻ അവനെ തള്ളിയില്ല, അവനെ ശ്രദ്ധിച്ചുകൊണ്ട് എന്നവൻ പുറപ്പെട്ടോ, അവൻ എന്ന് മടങ്ങി വരുന്നോ അന്ന് വരെ അപ്പൻ അവനെ നോക്കി പാർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് എന്തേന്നറിയാമോ? ദേശത്ത് ക്ഷാമം വരുത്തി ദൈവം. എന്തിനെ? മാനസാന്തരപ്പെട്ടവനെ മടക്കി വരുത്തണം, ദൈവത്തിങ്കൽ തിരിച്ചു പിടിക്കണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. ദൈവത്തിന് മഹത്വം. എന്നിട്ട് അവിടെ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ അവന് മാർഗമില്ല, അവൻ്റെ സമ്പത്ത് മുഴുവൻ തീർന്നു, അവൻ ദരിദ്രനായി. എന്നിട്ടോ അവൻ ആ ദേശത്തുള്ള ഒരു ധനികനെ അവൻ പോയി അപ്രോച്ച് ചെയ്തു. അവൻ അപ്രോച്ച് ചെയ്തിട്ട് എന്താ പറയുന്നത്? ക്ഷാമം മൂലം എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് ഒരു ജോലി വേണമെന്ന്. അവനെ എവിടെയാണ് ജോലി കൊടുത്തതെന്ന് അറിയാമോ? ദൈവത്തിന് മഹത്വം. അവന് ജോലി കൊടുത്തത് പന്നിക്കൂട്ടത്തിൽ. ദൈവത്തിന്. അപ്പം മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായവൻ മാനസാന്തരം ഇല്ലാതെ മാറിപ്പോയാൽ അവനെ എത്തിക്കുന്ന സ്ഥലമാണ് പന്നിക്കൂട്ടം. പന്നിയുടെ സ്വഭാവം അറിയാമല്ലോ. അത് എത്ര കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് നിർത്തിയാലും 2 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ചെളിക്കുണ്ടിൽ വീഴുന്നതാണ്. അതേ സ്വഭാവം. അവിടെ കിടന്നപ്പോൾ അവന് സെൻസ് ഉണ്ടായി എന്നാണ് വചനം വെളിവെക്കുന്നത്. അവന് അപ്പോൾ സുബോധം വന്നു. എന്താ പറഞ്ഞത് പിന്നെന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ ആളുകൾ
ഭക്ഷിച്ചവശേഷിക്കുന്നു. ഞാനിവിടെ പട്ടിണി കൊണ്ട് പരിവട്ടം, അതായത് ജീവിതത്തിൽ ദുഃഖിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിപ്പാൻ എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ കൂലിവേലക്കാരുടെ ഗണങ്ങളിൽ എന്നെ ചേർക്കണമെന്ന്. ഇതാണ് മനുഷ്യൻ മാനസാന്തരത്തിൽ വന്നതിന് ശേഷം അതിൽ നിന്ന് വിട്ടുപോയി വീണ്ടും മടങ്ങി വരുന്ന അനുഭവം. ഇതാണ് സുബോധം വന്നു ദൈവസന്നിധി. ഏത് മനുഷ്യൻ ക്രിസ്തുവിൽ തികഞ്ഞവനായതിനു ശേഷം മാനസാന്തരമില്ലാതെ മടങ്ങിപ്പോയാൽ അവനെ മടക്കി വരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് മനുഷ്യപുത്രന്മാർ മനസ്സിലാക്കണം. ദൈവത്തിന് മഹത്വം. അവനെ മടക്കി വരുത്തി അപ്പൻ അവനെ തൻ്റെ മകൻ്റെ കൂടെ, മൂത്ത പുത്രൻ്റെ കൂടെ അവിടെ തൻ്റെ ഭവനത്തിൽ അവനെ ചേർത്തു. എന്താ അപ്പൻ പറഞ്ഞതെന്നറിയാമോ? അതായത് 10 പാദം അവൻ ഓടി വന്നപ്പോൾ, അതായത് അപ്പൻ ഓടി അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ദൈവത്തിന് മഹത്വം. എന്നിട്ട് അവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, സ്വർഗത്തോടും നിന്നോടും പാപം ഞാൻ ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യതയില്ല, എങ്കിലും നിൻ്റെ ഭവനത്തിലെ കാര്യവിചാരകന്മാരുടെ ഗണത്തിൽ എന്നെ ചേർക്കണമെന്ന് എൻ്റെ അപ്പനോട് ആ മകൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് മനുഷ്യൻ്റെ മാനസാന്തരം. ദൈവത്തിന് മഹത്വം. കാരണം അപ്പൻ്റെ സന്നിധിയിലെ നന്മയ്ക്ക് വിഘാതമെന്ന് കണ്ട് പുറപ്പെട്ട പുത്രൻ ലോകത്തിൻ്റെ നന്മയിൽ പോയി നശിച്ചു പോയിട്ട് വീണ്ടും മടങ്ങി വന്ന് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്. അതെപ്പോഴാണ് വന്നതെന്നറിയോ? കഷ്ടതയുടെ നടുവിൽ കടന്നു ചെല്ലുമ്പോൾ അവന് സെൻസ് വന്നു. അവൻ തിരിച്ചു വന്നു, ദൈവത്തോട് പറ്റിച്ചേർന്നു, അവൻ ദൈവസന്നിധിയിലായി തീർന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിന് അവനെ യോഗ്യമാക്കി. ഈ മകൻ എനിക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു, ഈ മകൻ എനിക്ക് കാണാതെ പോയവനായിരുന്നു, എനിക്കവനെ കണ്ടുകിട്ടി. ഇന്ന് നമ്മളൊന്ന് ചാനം നിൽക്കുക എന്ന് പറഞ്ഞ്, അതായത് അവനെ അവർ ആനന്ദത്തോടെ കൈക്കൊണ്ടു. അവൻ്റെ കാലിനെ ചെരുപ്പണിയിച്ചു, അവന് മുദ്രമോതിരം അണിയിച്ചു, അവനെ തൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. ഏതൊരു വ്യക്തിയും മാനസാന്തരത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ സ്വർഗത്തിലെ അപ്പൻ നോക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അവനെ മടക്കി മാനസാന്തരം. എന്താണെന്നറിയാം? ഇത് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. മാനസാന്തരപ്പെട്ടവൻ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് മാനസാന്തരപ്പെടാനുള്ളവൻ മാനസാന്തരപ്പെടുന്നില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ നമ്മൾ അനുഭവിച്ച ഈ മാനസാന്തരം അത് യാഥാർത്ഥ്യമായ ഒരു മാനസാന്തരമാണ്. നോക്കണം, ഒരു ദിവസം ഒരുവനെ യേശുവിനെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് ഉറക്കം വരുത്തില്ല. അതായത് ഇന്നും വയസ്സ് ഇന്ന് 74 ഓടുവാനും അധ്വാനിപ്പാനും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുവാനും ദൈവം ഇന്ന് വരെ ഒരുക്കുന്നു. ദൈവം ഒരു ദിവസം കിട്ടുന്നെങ്കിൽ കർത്താവിനെ അറിയിച്ചിരിക്കും. 4 വീടുകൾ കയറി ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാതെ പോരുകയില്ല. ഇന്നൊരു 12 വീടോളവും ഞാനിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവർ വളരെ തൃഷ്ണതയോടുകൂടി ആയിരിക്കുന്നു. എന്തെന്നാൽ ദൈവത്തെ കണ്ടവൻ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ എന്നും ബാധ്യസ്ഥനാണ്. ഇത് നാം ഒരിക്കലും മറന്നുകൂടാ. ഇല്ല എങ്കിൽ ദൈവം നമ്മളെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയും. ദൈവത്തിന് മൊത്തം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതിന് നാം ഭാഗഭാക്കാകാതെ ദൈവത്തിൻ്റെ സന്നിധി നേരോടെ, നീതിയോടെ, സത്യസന്ധതയോടെ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭം എന്ന് പറയുവാൻ നമുക്ക് ധന്യനായ പൗലോസ് പറയുന്നത് പോലെ അത് ഞാൻ ഏറ്റെടുത്ത് പറയുന്നു. അതങ്ങനെ പറയുവാൻ നമുക്ക് ഒരു കൃപ ദൈവം തരുന്നതുകൊണ്ട് അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കണം. ഇല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീച്ചൂളയിലിട്ട് കളയും. എന്നെയും നിങ്ങളുടെയും വെട്ടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവും നീതിമാനും മഹാകരുണയുള്ള ദൈവമാതുകൊണ്ട് നമ്മളെ വെട്ടാതെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലം കായ്ച്ച് നിത്യതയിലെത്തി ദൈവരാജ്യത്തിന് അവകാശിയാകണം. അവസാനം പറയുന്നു, അല്ലല്ല നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ നശിക്കാനല്ല, നിത്യജീവനെ അവകാശമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വിശ്വാസപാതയിലേക്ക് കയറുന്നതിന് മൂലകാരണം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനമേറ്റ് യേശുവിനോടുകൂടി ചേരുവാൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനെ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഇമ്പമേറിയ ശബ്ദം നമ്മൾക്ക് കേട്ട് ഇവിടെ കയറി വരുവീൻ എന്നുള്ള വിളിശബ്ദം കേട്ട് ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നാളും കൂടി ദൈവത്തോടുകൂടി പറ്റിച്ചേർന്ന് ജീവിതം നയിച്ച് നിത്യതയിൽ ചെന്ന് എൻ്റെ യേശുവിനോടുകൂടി യുഗായുഗങ്ങളിൽ കർത്താവിനോട് വാഴുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പ്രവാസ ജീവിതത്തിന്റെ ദുരനുഭവങ്ങൾക്ക് നടുവിൽ താനറിഞ്ഞ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി സുവിശേഷത്തിന്റെ വയലുകളിൽ അധ്വാനിക്കുകയാണ് കെ.വി. വർഗീസ്. സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ വ്യക്തിഗതമായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലൂടെ നിരവധി ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടിയ സഞ്ചാര സുവിശേഷകൻ കെ.വി. വർഗീസിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ലേ എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ലേ